നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കേൾക്കണം ഒരു കഥ. ഇത്രയും ഭീരുക്കളാണോ ഈ സോ കോൾഡ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ്? അതായത് ജർമ്മൻ താരങ്ങൾ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആറാമത്തെ പെനാൽറ്റി എടുക്കാൻ തയ്യാറായില്ല. 2 തവണ പലരോടും ചോദിച്ചു ക്യാപ്റ്റൻ ജോഷുവ കിമ്മിച്ച് അതെടുക്കുന്നു എന്ന്. എന്നിട്ട് ആരും തയ്യാറാവാതെ വന്നപ്പോഴാണ് കരിയറിൽ ഇന്ന് വരെ ഒരു പെനാൽറ്റി പോലും എടുക്കാത്ത ജൊനാഥൻ ടാ അതിന് തയ്യാറായതും ആ പെനാൽറ്റി നഷ്ടമാക്കിയതും. ഇത് ആരെങ്കിലും പറയുന്നല്ല, ജർമ്മൻ മാധ്യമം ബിൽഡാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മാനുവൽ ന്യൂയറുടെ സേവിന് ശേഷം 3-3 എന്ന രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു 6th പെനാൽറ്റി ടേക്കറെ കണ്ടെത്താൻ ജർമ്മനി ബുദ്ധിമുട്ടി. ലിയോൺ ഗോററ്റ്സ്കെ, വാൽഡെമാർ ആൻഡൻ, നഥാനിയൽ ബ്രൗൺ, മാലിക് തിയാവ് അവരെല്ലാവരും പെനാൽറ്റി എടുക്കാൻ തയ്യാറായില്ല, പിന്മാറി. അത്രയധികം പ്രഷർ അവർക്കുണ്ടായി. ജൊനാഥൻ ടാ അന്ന് വരെ പെനാൽറ്റി എടുക്കാത്തയാൾ സ്വയം മുന്നോട്ട് വന്ന് പെനാൽറ്റി എടുത്ത് അത് നഷ്ടമാവുകയായിരുന്നു എന്നാണ് ആ റിപ്പോർട്ട്. നോക്കാം. ഭയന്നു. ലിയാൻ ഗൊററ്റ്സ്ക അതുപോലെ 3 മറ്റ് ജർമ്മൻ താരങ്ങളും 6ാമത്തെ പെനാൽറ്റി എടുക്കാൻ തയ്യാറായില്ല. ജൊനാഥൻ ടാ അത് മിസ് ചെയ്തു. ക്യാപ്റ്റൻ ജോഷുവ കിമ്മിച്ച് 2 തവണയാണ് 6th പെനാൽറ്റി എടുക്കുന്നോ പരാഗ്വയ്ക്കെതിരെ എന്ന് മിഡ്ഫീൽഡർ ലിയോൺ ഗൊററ്റ്സ്കയോട് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം അത് എടുക്കാൻ തയ്യാറായില്ല. അതുകൂടാതെ 8ാം നമ്പർ താരം വാൽമർ ആൻഡനോടും അതുപോലെ തന്നെ യങ്സ്റ്റർ ആയിട്ടുള്ള നഥാനിയൽ ബ്രൗണിനോടും മാലിക് തിയാവോയോടും ഒക്കെ ചോദിച്ചു. അവരാരും ഈ പെനാൽറ്റി എടുക്കാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല. അവർ ആ പെനാൽറ്റി എടുക്കാൻ തയ്യാറായില്ല. ദെൻ ടാ സ്വയം മുന്നോട്ട് വരികയായിരുന്നു. അദ്ദേഹം കരിയറിൽ ഇന്ന് വരെ പെനാൽറ്റി എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിൽ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് പെനാൽറ്റി വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതാണിപ്പോൾ ബിൽഡിൻ്റെ റിപ്പോർട്ട്. എന്തൊരവസ്ഥയാണിത്. ഇതേ കിമ്മിച്ച് തന്നെ എതിരാളികൾ വേൾഡ് ക്ലാസ് ആയിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ എതിരാളികൾ വേൾഡ് ക്ലാസ് ആയില്ലെങ്കിൽ നിങ്ങൾ അവരോട് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഏതാണ്? അത് ജൂലിയൻ നെഗൽസ്മാൻ പറഞ്ഞതാണ്. ജൂലിയൻ നെഗൽസ്മാൻ കളിക്ക് ശേഷം പറഞ്ഞത്, ഞങ്ങളിപ്പോൾ എലൈറ്റ് ഫുട്ബോൾ ടീമുകളുടെ ഭാഗമല്ല എന്നതാണ് യാഥാർത്ഥ്യം. തുടർച്ചയായ 3ാം വേൾഡ് കപ്പിൽ നിന്നാണ് ഇങ്ങനെ പുറത്താവുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ എലൈറ്റ് ഫുട്ബോൾ ടീമുകളുടെ കൂട്ടത്തിലല്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഗുസ്താവോ അൽഫേറോ പറഞ്ഞതും കൂടി ഒന്ന് കേട്ടോ. നല്ലതാ, ജർമ്മൻ ആരാധകർ കേൾക്കേണ്ടതാ. ഗുസ്താവോ അൽഫേറോ പരാഗ്വേയുടെ അർജന്റീനക്കാരനായ കോച്ച് കളിക്ക് ശേഷം പറയുന്നു, അതായത് ജർമ്മൻകാർ അവർ ടോപ്പ് ലെവൽ അക്കാഡമികളിൽ നിന്ന്, യൂറോപ്പിലെ ടോപ്പ് ലെവൽ അക്കാഡമികളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയവരാണ്. ഞങ്ങളോ ഇവിടെ ചുവന്ന മണ്ണിൽ ഓടിക്കളിച്ചവർ, ബെയർഫൂട്ടഡായിട്ട് ഈ മണ്ണിൽ കളിച്ചവർ, പാരൻസ് കുട്ടികളെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകാൻ സാക്രിഫൈസ് ചെയ്തവർ, ഒടുവിൽ ഇങ്ങനെ ഒരു വിജയം അവർക്ക് മേൽ നേടുമ്പോൾ അത് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാൽ എലൈറ്റ് അക്കാഡമിയിൽ നിന്ന് പഠിച്ചു വളർന്നവരെ പച്ച മണ്ണിൽ ചുവന്ന മണ്ണിൽ ബെയർഫൂട്ടഡായിട്ട് നഗ്നപാതരായിട്ട് ഓടിക്കളിച്ചവർ തോൽപ്പിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഈ വേൾഡ് കപ്പിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞത്. ഇനി ജർമ്മൻ ടീമിൻ്റെ മോശം പ്രകടനത്തിന് മറ്റൊരു കണക്കൂടി നോക്കാം. ഒപ്റ്റ വളരെ കൃത്യമായിട്ട് പുറത്തു വിടുന്നു. അതായത് 50% ഡ്യുവൽസി വേൾഡ് കപ്പിൽ ഒരു കളിയിലും ജർമ്മനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല. 50% പോലും. അതവരുടെ റെക്കോർഡിക്കലായിട്ടുള്ള കണക്കിൽ ഏറ്റവും മോശമാണ്. കുർസാവോക്കെതിരെ അവരുടെ ഡ്യുവൽ വിന്നിംഗ് പെർസെൻറ്റേജ് 48ആണ്. ഐവറി കോസ്റ്റിനെതിരെ 47%, ഇക്വഡോറിനെതിരെ 49%, പരാഗ്വയ്ക്കെതിരെ 45% എന്ന് പറഞ്ഞാൽ ടോട്ടൽ അവരുടെ ഡ്യുവൽ വിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ വെറും 47%. അതാണ് അവസ്ഥ. എന്നാലും ഞങ്ങൾ വേൾഡ് ക്ലാസ്സാണ്. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.